ഇറാൻ അമേരിക്കൻ യുദ്ധം വീണ്ടും രൂക്ഷമായതോടെ ഗൾഫ് രാജ്യങ്ങൾ ആശങ്കയിൽ. US നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ബഹ്റൈൻ, കുവൈറ്റ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ ഡ്രോണും മിസൈലും ഉപയോഗിച്ച് ആക്രമണം നടത്തി. US ആക്രമണം തുടർന്നാൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ പൂർണ്ണമായി നിർത്തിവെക്കുമെന്നും ഇറാൻ അറിയിച്ചു. ഗൾഫ് മേഖലയിൽ സംഘർഷം ശക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ. കുവൈത്തിലെയും ബഹ്റൈനിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം നടക്കുകയാണ്. കുവൈത്തിലെ അലി അൽ സാലം വ്യോമസേനാ താവളത്തിനും മനാമയിലെ US 5-ാം നാവിക വ്യൂഹത്തിനും നേരെയാണ് ആക്രമണമുണ്ടായതെന്നാണ് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി അടക്കം സ്ഥിരീകരിച്ചത്. 5 ഇറാനിയൻ തീരദേശ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ബോംബാക്രമണത്തിന് പകരമായാണ് ഈ നടപടിയെന്ന് IRGC വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം വ്യോമാതിർത്തിയിലെ ഭീഷണികളെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നേരിടുകയാണെന്നാണ് കുവൈത്ത് സായുധ സേന അറിയിച്ചത്. US ആക്രമണം തുടർന്നാൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ പൂർണ്ണമായി നിർത്തിവെക്കുമെന്ന് ഇറാൻ അറിയിച്ചിരുന്നു. ഇന്ന് പുലർച്ചെയായിരുന്നു ആക്രമണം ഉണ്ടായത്. ഹോർമുസ് കടലിടുക്കിൽ ഒമാന് സമീപത്തുകൂടി പുതിയ കപ്പൽപാത വികസിപ്പിക്കുമെന്ന US നാവികസേനയുടെ മേൽനോട്ടത്തിലുള്ള ബഹുരാഷ്ട്ര സമുദ്ര സംഘടന കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ആക്രമണങ്ങളുണ്ടായത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പുനരാരംഭിക്കാൻ US ഇറാൻ ഇടക്കാല കരാറിൽ ധാരണയായിരുന്നു. എന്നാൽ ഒമാന് സമീപത്തു കൂടിയുള്ള പാതയിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ഇറാൻ 2 തവണ ആക്രമണവും നടത്തി. നിർണായക ജലപാതയുടെ നിയന്ത്രണം തങ്ങൾക്കായിരിക്കുമെന്നാണ് ഇറാന്റെ വാദം. ശനിയാഴ്ച പുലർച്ചെ കടലിൽ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ നിരീക്ഷണ സംവിധാനങ്ങൾ, ആശയവിനിമയ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ, ഡ്രോൺ സംഭരണശാലകൾ, മൈൻ വിന്യാസ സംവിധാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായാണ് US സെൻട്രൽ കമാൻഡും അറിയിച്ചത്. എന്തായാലും ഗൾഫ് മേഖലയിൽ സംഘർഷം ഇപ്പോൾ ശക്തമാവുകയാണ്. കുവൈത്തിലും ബഹ്റൈനിലെയും US സൈനിക താവളങ്ങളാണ് ഇറാൻ ആവശ്യം. അതിനുവേണ്ടി മിസൈൽ, ഡ്രോൺ ആക്രമണമാണ് ഇറാൻ നടത്തുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.